ആത്മീയ നിർവൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാ ക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി 20-ന് തിരിതെളിയുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി 27-നാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ. കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യാവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ആറ്റൂരിലേക്ക് ഭക്തിപൂർവ്വം ക്ഷണിക്കുന്നു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ വാർഷിക പദ്ധതിക്ക് മുന്നോടിയായുള്ള വികസന സെമിനാർ യുവാർ പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര പുരോഗതിയും വികസന കുതിപ്പും ലക്ഷ്യമിട്ട് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. 2026-27 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ യുവാർ പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. നാടിന് വികസനം വേണ്ടാന്നും ക്ഷേമപ്രവർത്തനം വേണ്ടാനും ചിന്തകൾ ഉണ്ടാവില്ല. ഓരോരുത്തരും ഭരണത്തിൽ വരുമ്പോൾ അവരുമായി ശൈലികളുണ്ടാവും. പക്ഷെ അതല്ല, നാടിന് ഈ വികസനവും ക്ഷേമവും കിട്ടും എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്താൻ എല്ലാവരും കൂടിയാലേ ഇത് നടക്കും. അങ്ങനെ നടക്കണമെങ്കിൽ ഇതിന്റെ ചർച്ചയും അന്തിമഘട്ടത്തിൽ ഈ പദ്ധതി അംഗീകാരം കിട്ടൽ വരെ നാം വളരെ കൃത്യമായി സൂക്ഷിക്കുക. പദ്ധതി അംഗീകാരം നമ്മൾ നിർദ്ദേശം കൊടുത്തു പോയി കഴിഞ്ഞാൽ പൊതുവെ വർക്കിംഗ് ഗ്രൂപ്പ് അങ്ങനെ പലരും അതിന് പുറകിൽ നിൽക്കാറില്ല. എൻ്റെ ഉത്തരവാദിത്തം ഇതിൽ പങ്കെടുക്കുക, ഒപ്പിടുക, നിർദ്ദേശങ്ങൾ പറയണമെന്ന് പറഞ്ഞ് ഞാൻ പോവുക എന്നതാണ് പല സ്ഥലത്തും കാണാറുള്ളത്. സാധാരണ നാം ഏതിനെ പ്രതികരിച്ചാണ് ഇവിടെ വർക്കിംഗ് ഗ്രൂപ്പിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ അംഗൻവാടി അധ്യാപക ടീച്ചർമാർ ഉൾപ്പെടുന്ന ആളുകൾ ഏത് മേഖലയിലാണ് നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? കാർഷിക മേഖലയിൽ വന്ന് നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളുണ്ടാവും. ഈ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പല സമയത്തും വിമർശനമായി വരാൻ ഞാൻ എന്താ കാര്യങ്ങൾ ഞാൻ പറയണതൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്ന പണത്തിൻ്റെ സോഴ്സ് എത്രയാണ് എന്ന് എല്ലാവർക്കും അറിയാനുള്ള അവകാശം. ഇപ്പോൾ പഴയന്നൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ തരുന്ന പ്ലാൻ ഫണ്ടും അതുപോലെ തന്നെ പ്രത്യേക ഘടക പദ്ധതി CP ഫണ്ടും ഇവിടെയാണെങ്കിൽ പഴയന്നൂരിൽ ട്രൈബൽ ഫണ്ട് ഉൾപ്പെടെ ഉണ്ട്. അങ്ങനെ ഇതെല്ലാം തന്നാൽ നമുക്ക് ധനകാര്യ കമ്മീഷന്റെ ഫണ്ട്, അങ്ങനെ റോഡ് നോണിന്റെ ഫണ്ട്, ഇതെല്ലാം ചേർത്ത ഏകദേശം 13 കോടി രൂപ നമുക്ക് കിട്ടിയാൽ 13 കോടി നമുക്ക് ഇഷ്ടമുള്ളത് ചെലവഴിക്കാൻ കഴിയില്ല. ജനകീയാസൂത്രണ പ്രക്രിയയിലൂടെ നാടിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും ജീവിത നിലവാരവും ഉയർത്തുന്ന പദ്ധതികൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PA ബാബു പദ്ധതി രേഖ വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് CC സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചേർന്ന് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യമുള്ള ആളുകളെ കൂട്ടിയിണക്കി നമ്മളൊരു യോഗം ചേർന്നു. അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ അത് തേടി. അതിനുശേഷം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് 24 വാർഡുകളാണുള്ളത്. എല്ലാ വാർഡുകളിലും ഗ്രാമസഭകൾ നടത്തി വലിയൊരു ജനപങ്കാളിത്തത്തോടു കൂടിയാണ് എല്ലാ വാർഡുകളിലും ഗ്രാമസഭ നടന്നത്. ഗ്രാമസഭകളിൽ ഇന്നേ വരെ പങ്കെടുക്കാത്ത ആളുകൾ പോലും നമ്മുടെ ഈ ഗ്രാമസഭകളിൽ ഇത്തവണ പങ്കുചേർന്നു. വലിയൊരു ആവശ്യത്തോടുകൂടിയാണ് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം നമ്മളുമായി പങ്കുവച്ചത്. അതിനുശേഷം നമ്മൾ 3 ഊരുകൂട്ടം നടത്തി. നമ്മുടെ ട്രൈബൽ മേഖലയിൽ 3 ഊരുകൂട്ടം നടത്തി. അവരുടെ അഭിപ്രായങ്ങളും നമ്മൾ തേടി. അവിടെയും ഒരു വലിയൊരു ജനസാന്നിധ്യം നമ്മൾ കണ്ടു. അവർക്ക് പറയാനുള്ള കാര്യങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ T നിർമ്മല, CU അഖില, CG ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KM അസീസ്, PV വിനു തുടങ്ങിയവരും വിവിധ വാർഡ് മെമ്പർമാരും ആസൂത്രണ സമിതി അംഗങ്ങളും സെമിനാറിൽ പങ്കെടുത്തു. സെക്രട്ടറി ഇൻചാർജ് K മനോജ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. CCB ന്യൂസ്, പഴയന്നൂർ.